റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സമസ്ത ജനറൽ സെക്രട്ടറിയെ അടുത്ത മുഷാവറയിൽ തീരുമാനിക്കും. ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല MT അബ്ദുള്ള മുസ്ലിയാർക്ക് നൽകി. സമസ്ത മലപ്പുറം ജില്ലാ മുഷാവറ അംഗം ഹംസ ഫൈസി ഹൈത്തമിയെ സസ്പെൻഡ് ചെയ്തു. സമസ്തയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിച്ചെന്ന പരാതിയിലാണ് നടപടി. മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, നടപടിയുടെ വിവരങ്ങൾ എന്താണ്? എന്തൊക്കെ അറിയാൻ കഴിയുന്നു നമുക്ക്? സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നായിരുന്നു പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സജീവ ചർച്ചകൾ നടന്നിരുന്നത്. ഇന്നിപ്പോൾ സമസ്തയുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട മുഷാവറ കോഴിക്കോട് ചേർന്നിരുന്നു. അല്പസമയം മുമ്പാണ് മുഷാവറ അവസാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ മരണത്തിന് ശേഷം 40-ാം ദിവസം നടക്കുന്ന ഒരു മരണാനന്തര ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഈ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഈ മുഷാവറ യോഗം സംയുക്തമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അതുവരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല സമസ്തയുടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള മുഷാവറ അംഗമായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർക്കാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം കൂടിയാണത്. ഇന്നത്തെ മുഷാവറ യോഗത്തിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ മുഷാവറ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അടുത്ത മുഷാവറയിൽ ഈ മരണാനന്തര ചടങ്ങുകൾ 40-ാമത്തെ ദിവസം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം തീരുമാനിക്കാം എന്നുള്ളതാണ് മുഷാവറ സംയുക്തമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇന്നിപ്പോൾ സമസ്ത മുഷാവറയിൽ സംഭവിച്ചിരിക്കുന്നത് സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലിയായിട്ടുള്ള ഹംസ ഫൈസി ഹൈത്തമി എന്ന് പറയുന്ന ഒരു പണ്ഡിതനെ സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാവറ അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ, അതായത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ വെച്ച് വാഫി അലൂമിനി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വെച്ച് ഇദ്ദേഹം സംസാരിച്ച പല പ്രസ്താവനകളും പരാമർശങ്ങളും അത് സമസ്തയുടെ തന്നെ സംഘടനയുടെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന രീതിയിലുള്ള പരാതികളുണ്ടായിരുന്നു. ഈ പരാതികളെ തുടർന്ന് ജില്ലാ മുഷാവറ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗം ഇദ്ദേഹത്തെ സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാവറ അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇദ്ദേഹം സമസ്തയിലെ തന്നെ ലീഗ് അനുകൂലിയായ നേതാവാണെന്നുള്ളതാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഈ പരിപാടിയിൽ വെച്ച് സമസ്തയുടെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഇദ്ദേഹം സംസാരിച്ചു എന്നുള്ളതായിരുന്നു പല ദിക്കുകളിൽ നിന്നായി ഉയർന്ന ആരോപണങ്ങൾ, പരാതികൾ. അതേസമയം ഇദ്ദേഹത്തെ അനുകൂലിച്ചും ചില ആളുകൾ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ സംഘടനാ തലത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നു. അതായത് സമസ്തയുടെ ജില്ലാ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്ന കാര്യത്തിലും താൽക്കാലിക ചുമതല MT അബ്ദുള്ള മുസ്ലിയാർക്ക് നൽകിയിട്ടുണ്ട്. ഈ ചടങ്ങുകൾ നടന്നതിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർ, ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള കയ്യോട് മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായിട്ടില്ല. അത് ഈ ദിവസങ്ങൾക്ക് ശേഷം സംഭവിക്കും. പ്രഖ്യാപനമുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സസ്പെൻഷൻ നടപടിയും സമസ്തയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. റോഷ്നി, ശരി. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആര് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത മുഷാവറയോടുകൂടി ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മുബഷീറാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.